രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര സർക്കാർ ഇന്ന് ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കുന്നുണ്ട്. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? കോവിഡ് കേസുകൾ എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തുവരുന്നത്. ഒപ്പം യോഗത്തിന്റെ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് പ്രവിധാൻ പ്രജിൻ. പ്രവിധ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ എങ്കിൽ പോലും മുൻകരുതലുകളും ഒപ്പം തന്നെ ജാഗ്രതയും പാലിക്കേണ്ട ഒരു പശ്ചാത്തലം തന്നെയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വകഭേദം, ഇത് പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഒപ്പം തന്നെ രാജ്യത്തൊട്ടാകെയുള്ള നമ്മുടെ ആശുപത്രികളുടെ നിലവിലെ സംവിധാനങ്ങൾ എങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ, ഇതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ചേർന്ന യോഗം ചർച്ച ചെയ്യുക. ഇതിനോടകം തന്നെ 1000-ലധികം കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് കേരളത്തിലാണ്. തൊട്ടു പിന്നാലെ ഡൽഹിയിലും നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ഈ ഘട്ടത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുമുള്ളത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ കോവിഡ് കേസുകളിലൊക്കെ നമ്മൾ സമാനമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ കണ്ടതാണ്. അത്തരത്തിലേക്കുള്ള കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകില്ല എങ്കിൽ പോലും നിലവിലെ സാഹചര്യം നമുക്ക് എങ്ങനെ തരണം ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും മേഖലകളിലേക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചേർന്ന യോഗം ചർച്ച ചെയ്യും. ഈ കോവിഡ് കേസുകൾ ഇങ്ങനെ കൂടുതലായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് കേന്ദ്ര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ സെക്രട്ടറിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കും. അതത് സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ, കോവിഡ് കേസുകളുടെ എണ്ണം, ഒപ്പം തന്നെ ആശുപത്രികളുടെ നിലവിലെ സാഹചര്യം, അത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. നേരത്തെ തന്നെ ഡൽഹിയിലെ ആശുപത്രികൾക്കൊക്കെ തന്നെ ആരോഗ്യ മന്ത്രാലയം, ഡൽഹി സംസ്ഥാന ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാ ആശുപത്രികളിലും ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉറപ്പാക്കണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. പല സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള മുൻകരുതലുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തും. പ്രവിധ വിനീത, അതോടൊപ്പം തന്നെ ഈ പുതിയ രീതിയിലുള്ള ഈ കോവിഡ് സാഹചര്യം, അതിൽ ഈ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമുണ്ടോ എന്നൊക്കെയുള്ള പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിൽ എന്തെങ്കിലും തീരുമാനം കേന്ദ്രം കൈക്കൊണ്ടിട്ടുണ്ടോ? അക്കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പുതിയ വകഭേദം അത് എങ്ങനെയാണ്, അതിനെ നമുക്ക് ഏത് തരത്തിൽ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയും, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, വിനീത വി ജിയാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട് എന്നുള്ള വിവരമാണ് വിനീത വി ജി പങ്കുവച്ചത്.